നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ആ ഒരു രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളും ലോകത്തുള്ള ജനതയും എല്ലാം കാണുന്നത്, ഇന്ത്യയെ കാണുന്നത് അങ്ങനെയാണ്. ഒരു മോദി ഇമ്പാക്റ്റ്, മോദി പ്രഭാവം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു പരിധിവരെ ഒരു ഗുണം തന്നെയായി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം വിദേശത്തുള്ള പലരും പറയും, ഇവിടെ ഉള്ള കുറേ ആൾക്കാർക്കാണ് BJP മോദി എന്ന് പറയുമ്പോൾ പുച്ഛവും സംഘി എന്ന് പറഞ്ഞ് ആക്ഷേപം ഉയർത്തുന്നത്. പക്ഷേ വിദേശത്തുള്ള പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് അഭിമാനിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ചും മോദിയെക്കുറിച്ചും അവരുടെ ആ ഒരു അഭിമാനം ഉയർത്തുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശിവഗിരിയിലെ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ മോദിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഭാരതത്തിൽ ഇങ്ങനൊരു പ്രധാനമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. മോദിജിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ തന്നെ ആത്മപ്രതീകമായി എന്നാണ്. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് ശിവഗിരി മഠാധിപതി. ഇത് മഹാത്മാഗാന്ധിയും ഗുരുവും തമ്മിലുള്ള സമാഗമ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ഓൺലൈനായിട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയക്കാരുടെയോ പാർട്ടിക്കാരുടെയോ ആരുടെയും മന്ത്രിമാരുടെയോ ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്തു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏൽക്കുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു അഭിമാനം തന്നെയാണ് പറയാൻ എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതെ, ചേച്ചി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി നമ്മളേറെ അഭിമാനിക്കാൻ വകയുള്ള, അല്ലെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ അത്രയും കരുത്തനായ നേതാവാണ് പ്രധാനമന്ത്രി. മോദിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് കലാപം നടന്ന സമയത്ത്, ഗുജറാത്ത് കലാപം നടക്കുകയും അതിനുശേഷമുള്ള സമയമുണ്ടല്ലോ, അന്നൊക്കെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് CBI അന്വേഷണം ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ആ അന്വേഷണത്തിനൊടുവിൽ മോദിക്കോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ആ കലാപത്തിൽ പങ്കില്ല എന്ന് വിധി വരികയും അതിനെ ഒരിക്കലും ആവർത്തിക്കരുത് എന്ന് പല ആളുകൾക്കും സുപ്രീം കോടതി താക്കീത് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷവും മോദിയെ ഈ പറയുന്ന ഗുജറാത്ത് കലാപത്തോടൊപ്പം കൂട്ടിച്ചേർത്ത്, ഗുജറാത്ത് കലാപത്തോടൊപ്പം ചേർത്ത് വെക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ മോദി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ജില്ലയിലേക്ക് പോകാതെ അത് ബഹിഷ്കരിച്ച കേരളത്തിലെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെയൊക്കെ അന്നത്തെ കാലത്ത് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതേ മുഖ്യമന്ത്രിമാരും അതേ പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തിപ്പെടേണ്ട ഒരു ആവശ്യകതയിലേക്ക് കാലം കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ്. കാലം ചെയ്ത ഏറ്റവും മധുരതരമായിട്ടുള്ള പ്രതികാരം എന്നാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അന്ന് നരേന്ദ്രമോദി അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് തീർത്തും, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച മാനഹാനികൾക്ക് തീർത്തും ഇന്ന് അത് കാലം എന്ത് ചെയ്യാണ്? പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശിവഗിരി മഠത്തിൽ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോട് അനുകൂലമായി നിൽക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും ഒക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഒരാളാണ് സ്വാമി സച്ചിദാനന്ദ എന്ന് പറയുന്നത്. ആ സ്വാമിയാണ് പറയുന്നത്, ചരിത്രത്തിൽ ഇന്നേ വരെ ഇന്ത്യയിൽ ഇത്തരം ഒരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ല. അതാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിക്ക് തുല്യമായിട്ടാണ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയോടൊപ്പം ബഹുമാനിക്കപ്പെടേണ്ട ആളായിട്ടാണ് എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത്. അത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഇതിനോട് കൂടി ചേർത്ത് വായിക്കാനുള്ളത്, ഇവിടെ എപ്പോഴും പറയും മഹാത്മാഗാന്ധിയുടെ ഘാതകരാണ് RSSകാർ. കാരണം RSSും BJPയും ഒരേ സഹയാത്രികരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെപ്പോഴും മഹാത്മാഗാന്ധി വധം RSS BJP സംഘപരിവാർ സംഘടനകളുടെ തലയിൽ വെക്കുന്നുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞ് എപ്പോഴും അധിക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടെ ഒന്ന് നമുക്ക് അല്ല, എന്ത് ചർച്ച വന്നാലും അവിടെ പറയുക ഗാന്ധിയെ കൊന്നത് RSS അല്ലേ, മഹാത്മാവിനെ കൊന്നത് RSS അല്ലേ. യഥാർത്ഥത്തിൽ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം RSS ആണ് എന്ന് പറയുമ്പോഴും ആളുകൾ ചരിത്രം പഠനം നടത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ ഇത് വിളിച്ചു പറയുന്നത്. ഈ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഗാന്ധിയെ വധിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഗോഡ്സെ കോടതിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ഗോഡ്സെയുടെ പ്രസംഗം വന്ന പിന്നെ അത് വളരെ പ്രസിദ്ധമാണ്. അതിൽ ഗോഡ്സെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഗാന്ധിയെ വധിക്കാനുള്ള കാരണങ്ങൾ ഒന്നൊന്നായി ഗോഡ്സെ പറയുന്നുണ്ട്. അതിൽ തന്നെ ഗോഡ്സെ ഏത് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു എന്ന് ചോദിച്ചാൽ ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു, ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു. ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായി നിന്നുകൊണ്ടാണ് ഗോഡ്സെ എന്ത് ചെയ്തിട്ടുള്ളത്? മഹാത്മാഗാന്ധിയെ വധിച്ചിട്ടുള്ളത്. അത് വധിക്കാൻ നേതൃത്വം കൊടുത്തത് അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരായിരുന്നു. അതിലെ ഹിന്ദു മഹാസഭയുടെ അന്നത്തെ നേതാവ്, അന്ന് പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട്, ആ നേതാവ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിപ്പെട്ടു.
ആലോചിക്കണം, ആ നേതാവ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയിൽ വിജയിച്ച് പാർലമെന്റിനകത്ത് എത്തുകയും പാർട്ടി നിലപാടുകൾ പറയുകയും ചെയ്യുന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പറയുന്ന രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. ആരാണ് ഈ പറയുന്ന ഗോഡ്സയെ സംരക്ഷിച്ചത്? ഗോഡ്സയെ മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഈ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കുകയും ഗോഡ്സെക്ക് പുറകിൽ ആരാണ് എന്ന് കൃത്യമായി അന്വേഷിക്കാതിരിക്കുകയും ചെയ്ത ഭരണകൂടത്തിന്റെ പേരെന്താ? കോൺഗ്രസ് ഭരണകൂടമല്ലേ? അല്ല, ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മഹാസഭ ആരെയാണ് പിന്തുണച്ചത്? അതായത് ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട്. ആ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ് നടക്കുന്ന ഒരു കള്ളസന്യാസി, കള്ളസ്വാമി എന്ന് പറയാം. ആ കള്ളസ്വാമി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഉള്ള ഒരു സ്വാമിയാണ്. ഞാൻ പറയുന്നത് സ്വാമി ഭദ്രാനന്ദനെ കുറിച്ചല്ല. അദ്ദേഹം ഈ ഹിന്ദു മഹാസഭയുടെ മറ്റൊരു സംഘടനയുടെ, ഹിന്ദു മഹാസഭ രണ്ടായിട്ട് പടർന്നിട്ടുണ്ട്, അതിൽ കുറച്ചുകൂടെ ഇപ്പോൾ മാനുഷികമായ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് സ്വാമി ഭദ്രാനന്ദ്. മറ്റ് ഈ കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുകയും സ്ത്രീകളുടെ തല്ല് വാങ്ങുകയും സ്ത്രീകൾക്ക് അനാവശ്യ മെസ്സേജുകളൊക്കെ വാട്സപ്പിൽ അയക്കുകയും ചെയ്ത ഒരു സ്വാമിയുണ്ട്. ഈ സ്വാമി 2009 മുതൽ പിന്തുണ കൊടുക്കുന്നത് LDF-നാണ്. ഇവരുടെ ഈ സംഘടനയാണ് ഈ ഹിന്ദു മഹാസഭ ഇപ്പോഴും ക്യാബറ ഡാൻസ് നടത്തുകയും അതിൽ കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തത്? ഈ പറയുന്ന മഹാത്മാഗാന്ധി വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ ഹിന്ദു മഹാസഭയെ പറയാതെ RSS എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹിന്ദു മഹാസഭയും RSS തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. എന്നിട്ടും കുറ്റം RSS-നാണ്. അത് ചേച്ചി പറഞ്ഞാണ്. ഇനി മോദിയിലേക്ക് തിരിച്ചു വന്നാൽ, മോദി എന്ന് പറയുന്നത് നോക്കൂ, ഈ അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഈ സ്വന്തമായിട്ട്, അതായത് ഒരു മുഖ്യമന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒരു ഭരണാധികാരിയോ അധികാരത്തിലേറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഈ അമേരിക്കയിൽ പോയി ചികിത്സ എടുക്കുക, പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വരെ പൈസ എഴുതിയെടുക്കുക, സുഖചികിത്സ എവിടെയുണ്ടോ, ഏതൊക്കെ വിദഗ്ധരായ ഡോക്ടർമാരുണ്ടോ അവരെയൊക്കെ കണ്ടെത്തി എന്തൊക്കെ തരം ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അതൊക്കെ എടുക്കുക. പക്ഷേ ഇന്നേ വരെ, ഈ നിമിഷം വരെ, മോദി പ്രധാനമന്ത്രിയായി നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം വരെ ഒരു 5 പൈസ മോദി എന്ത് ചെയ്തിട്ടില്ല? എഴുതിയെടുത്തിട്ടില്ല. സ്വന്തം ആരോഗ്യ കാര്യത്തിന് വേണ്ടി എഴുതിയെടുത്തിട്ടില്ല. അതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ഈ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം. കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ്, ലോകോത്തരമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ചികിത്സ തേടി കേരളത്തിൽ വരുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ചികിത്സ തേടി എവിടെ പോകും? അമേരിക്കയ്ക്ക് പോകും. പക്ഷേ അമേരിക്ക ബൂർഷ്വാസിയാണ്, അമേരിക്ക ബൂർഷ്വ രാജ്യമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അമേരിക്ക ബൂർഷ്വ നിലപാട് കൊണ്ടുണ്ടാക്കിയ അത്രയും വലിയ നേട്ടം, അതിന് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അമേരിക്ക ബൂർഷ്വയാണ്. അപ്പോൾ നരേന്ദ്രമോദി രാത്രി ഉറങ്ങാതെ ജോലി ചെയ്യുന്ന പ്രധാനമന്ത്രി, 2-3 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന പ്രധാനമന്ത്രി, മിതമായ ഭക്ഷണം കഴിക്കുന്ന, ലഘുഭക്ഷണം മാത്രം കഴിക്കുന്ന പ്രധാനമന്ത്രി. ഇനി ഇതൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു കാര്യം നോക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിക്കൊണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു അഴിമതി ആരോപണം ഉയർത്താൻ കഴിഞ്ഞു പ്രതിപക്ഷത്തിന്? കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റുകളും മറ്റ് പല ഗവൺമെൻറ്റുകളുടെയും ഒരവസ്ഥ എടുത്തു നോക്കൂ. അഴിമതികളുടെ കുത്തരങ്ങായിരുന്നു. 2G സ്പെക്ട്രം മുതൽ അങ്ങ് എവിടെ ഏതൊക്കെ തരം ആദർശ ഫ്ലാറ്റ് അഴിമതി മുതൽ അങ്ങ് ഒരുപാട് അഴിമതികളുടെ ബഹളമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ അഴിമതികളൊന്നും പറയാൻ പറ്റാത്തത്? ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. നരേന്ദ്രമോദിക്കെതിരെ കാര്യമായ ആരോപണങ്ങൾ, ആകെ ആരോപണങ്ങളുള്ളത് ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങൾ അപകടത്തിലാണ്, ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുകയാണ്, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ മോദി എന്ന് പറയുന്ന ഒരു ശക്തി, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബലം എന്ന് പറയുമല്ലോ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ വളരെ പെട്ടെന്നാണ് മാറിയത്. ഈ ഏറെക്കുറെ രാജ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പരമോന്നത ബഹുമതികൾ നേടിയ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എനിക്ക് തോന്നുന്നു 20-ലേറെ രാജ്യങ്ങളുടെ, ഏറ്റവും ഒടുവിൽ സൈപ്രസിൻ്റെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് കൊടുത്തു. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്ക് കിട്ടിയോ? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിക്ക് എത്ര രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി കിട്ടിയിട്ടുണ്ട്? എണ്ണാൻ കഴിയും. എന്തുകൊണ്ടാണ് മോദിക്ക് ഇത്രയും പരമോന്നത ബഹുമതിയിൽ കിട്ടുന്നത്? ഇനി വേറൊരു കാര്യം എടുക്കാം. നമ്മളിവിടുന്ന് പുച്ഛിക്കുമ്പോഴും ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് മോദി അവിടെ പോയി ഇറങ്ങുന്നു, റഷ്യയിൽ പോയി സംസാരിക്കുന്നു, അതിനുശേഷം ഉക്രൈനിലേക്ക് എത്തുന്നു. ഉക്രൈനിൽ മോദി വിമാനം ഇറങ്ങുന്ന സമയം മുതൽ റഷ്യ വെടിനിർത്തി, ഉക്രൈൻ വെടിനിർത്തി. നരേന്ദ്രമോദി അവിടെ പോയി കണ്ടു. ഉക്രൈൻ്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഈ സെലൻസ്കിയുമായി സംസാരിച്ച് തിരിച്ച് മോദിയുടെ വിമാനം അതിർത്തി കടന്നതിന് ശേഷമാണ് പിന്നീട് അവിടെ യുദ്ധം നടന്നിട്ടുള്ളൂ.
വീണ്ടും ആക്രമണം നടത്തിയത്. ആ പ്രശ്നം പരിഹരിക്കാൻ മോദി ഒരുപാട് ശ്രമിക്കുകയും അതിൽ ചില നിബന്ധനകളൊക്കെ അവർ അംഗീകരിക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല. ഇനി ഏറ്റവും ഒടുവിൽ ഇറാനും ഈ പറയുന്ന ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നല്ലോ. ഇറാനും ഇസ്രായേലും യുദ്ധം നടന്നപ്പോൾ അവിടെ ഇറാനിൽ നമ്മുടെ കുട്ടികൾ കുടുങ്ങിപ്പോയി, ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടുങ്ങിപ്പോയി, ഒരു രക്ഷയുമില്ല. അവിടെ ഇന്ത്യയുടെ വിമാനം അവിടെ പോയി ഇന്ത്യൻ എംബസിയിൽ ഇറങ്ങി ആ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് നേരിട്ട് ആ വിമാനത്തിൽ കയറ്റി നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഈ സമയം ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആലോചിക്കണം, മറ്റ് രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഇറാനിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പോയി അതുവഴി നയതന്ത്ര ബന്ധം നടത്തി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യക്ക് മാത്രമാണ് ഇറാൻ അവരുടെ വ്യോമപാത തുറന്നു കൊടുത്തത്. എന്തുകൊണ്ടായിരിക്കും? കാര്യം ഇത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിൻ്റെ കരുത്ത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിൻ്റെ പിൻബലം അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് കാണിക്കുന്നത്. ഇത്രയും കാലം ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. മൻമോഹൻ സിംഗ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഇവരൊക്കെ ആ ഭാഗത്തേക്ക് പോകുമായിരുന്നോ? ഇല്ല. ഇതാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ ഇന്ത്യയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായൊരു കാര്യം എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കാടിനുള്ളിൽ പോയും മറ്റ് പല സ്ഥലങ്ങളിൽ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് ഊതി അടുപ്പിൽ ഊതണമല്ലോ, അങ്ങനെ ഊതിയിട്ട് ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസർ വരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഇന്ത്യ. അത് സ്ത്രീകൾക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഈ അടുപ്പുകളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ആദ്യമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം പറഞ്ഞത് എന്താണ്? ഉജ്ജ്വല യോജന പ്രഖ്യാപിച്ചു. സൗജന്യമായി ഗ്യാസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഇവിടെ ഇരുന്ന് ആളുകൾ കളിയാക്കിയപ്പോൾ, നരേന്ദ്രമോദി ആളുകൾ കളിയാക്കിയപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു വലിയ തീരുമാനമായി മാറി ഈ ഉജ്ജ്വല യോജന. അതുപോലെ തന്നെ പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് സ്വച്ഛ് ഭാരത് 2014. അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കണം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും വർഷം, 10-60 വർഷം കഴിഞ്ഞു. ഈ സമയത്തും ഇത്രയും അധികം ആളുകൾ പുറം സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരുന്നു, ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടി വന്നു ഇത്രയും വർഷത്തിന് ശേഷവും എന്ന് പറയുന്നത് അത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. പക്ഷെ അപ്പോൾ ഇവിടെ ഉള്ളവർ വിമർശിക്കുന്നവരെന്താ പറയുന്നത്? വിദേശത്തുള്ള ഭരണാധികാരികൾ വരുമ്പോൾ മോദി മറച്ചു വെക്കുന്നു എന്ന്. പക്ഷേ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്താണ് ഇവിടെ രാജ്യത്ത് ചെയ്തത് എന്നത് മനസ്സിലാക്കണം. ഇത്രയും ആൾക്കാർ വെളിം പ്രദേശത്ത് പോവുകയായിരുന്നു എന്നുള്ള കാര്യം അത് എത്ര ലജ്ജാകരമാണെന്നുള്ള കാര്യം കൂടെ പറയണം. തീർച്ചയായിട്ടും അതാണ് ഇവിടെ മോദി ഇപ്പോൾ 10 വർഷമായല്ലോ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ഞാൻ അതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആളുകൾ പറയുന്നു ഉത്തരേന്ത്യയിൽ കൊലപാതകം നടക്കുന്നു, കൊള്ള നടക്കുന്നു, അവിടെ ജാതിയുണ്ട്, അവിടെ ദാരിദ്ര്യമുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറയും ഒരു ഭാഗത്ത്. രണ്ടാമത്തത് മോദി കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യും അവിടെ. പക്ഷേ ചോദ്യം, ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചതാരാണ്? കോൺഗ്രസ് ആണ്. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടുള്ള മുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ഒന്നാം UPA സർക്കാരും രണ്ടാം UPA സർക്കാരിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയം വരെയും ആരുടെ പിന്തുണയുണ്ടായിരുന്നു? CPMൻ്റെ പിന്തുണയുണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി കൂട്ടുകക്ഷി മന്ത്രിസഭയായിട്ട് ഭരിച്ചിട്ട് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ പറ്റാഞ്ഞത്? ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ജാതി തുടച്ചു നിൽക്കാൻ പറ്റാഞ്ഞത്? ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ചേരി ഇല്ലാതാക്കാൻ പറ്റാഞ്ഞത്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി വന്നപ്പോൾ ഗ്യാസ് കൊടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി വന്നപ്പോൾ ഈ പറയുന്നത് പോലെ ആളുകൾക്ക് ഈ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ, മലമൂത്ര വിസർജനം നിർവഹിക്കാൻ വേണ്ടി, അതെ, തീവ്രവാദികളുടെ താഴ്വരയായി മാറിയത് എന്തുകൊണ്ട്? ഈ പറഞ്ഞ ടോയ്ലറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ മോദി വേണ്ടി വന്നു. ഈ എന്തുകൊണ്ടാണ് ചേച്ചി ചോദിച്ചതുപോലെ കാശ്മീരിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കാശ്മീരിൽ നമ്മൾക്ക് പോയി സ്ഥലം വാങ്ങാൻ പറ്റില്ലായിരുന്നു, ഒരു കട തുടങ്ങാൻ പറ്റില്ലായിരുന്നു, നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെ പൗരന്മാരെ പോലെ പോകണമായിരുന്നു, അവിടെ നമ്മൾ പോയാൽ നമ്മുടെ നെഞ്ചിലേക്ക് ബുള്ളറ്റായിരുന്നു വരിക. അത് മാറി. ഇപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറി. നമ്മൾക്ക് അവിടെ ബിസിനസ് ചെയ്യാം, സ്ഥലം വാങ്ങാം, എന്തും ചെയ്യാം. അവിടെ നമുക്ക് ഏറ്റവും സുരക്ഷിതത്വത്തോടുകൂടി അവിടെ പോകാം. അവിടെ ജനാധിപത്യവും പുനഃസ്ഥാപിച്ച് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ അധികാരമൊന്നും വേണ്ട, നിങ്ങൾ തന്നെ അവിടെ ആരെ തിരഞ്ഞെടുത്തോളൂ, പക്ഷേ രാജ്യമാണ് വലുത്. വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യാം, അവിടെ കാലങ്ങളോളം കേന്ദ്രഭരണ പ്രദേശമാക്കാം. ആക്കിയോ? ഇല്ലല്ലോ. ഇന്ത്യയുടെ കൂടെ കൂട്ടിച്ചേർത്തു കാശ്മീരിനെ. അതുപോലെ മോദി ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഏറ്റവും ഇതും കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ത്? മരുന്ന് വാങ്ങുക എന്ന് പറയുന്ന
കാര്യം. ഈ മരുന്ന് ഒരു 100 രൂപയുടെ മരുന്ന് കമ്പനികൾ ഈടാക്കുന്നത് 1000 രൂപയാണ്. ആ 800-900 രൂപയാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. അത് ജനറിക് മരുന്നുകളായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവന് 5000 രൂപയുടെ മരുന്ന് 800 രൂപയ്ക്ക് കൊടുക്കുന്ന വിധത്തിലേക്ക്, 1000 രൂപയുടെ മരുന്ന് 40 രൂപയ്ക്ക് കൊടുക്കുന്ന വിധത്തിലേക്ക് ഇവിടെ പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അങ്ങനെ അത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നരേന്ദ്രമോദി ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോഴും അവർക്ക് കുറ്റം പറയാനുള്ളത് എന്താ? നരേന്ദ്രമോദി വർഗീയവാദിയാണ്, നരേന്ദ്രമോദി അതാണ് ഇതാണ്, ഇത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ മോദി ചെയ്ത കാര്യങ്ങൾ, മോദി എടുത്ത നിലപാടുകൾ, ഈ അവസാനം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടടക്കം പാകിസ്ഥാനിലേക്ക് ഇങ്ങോട്ടൊന്ന് വന്നപ്പോൾ 1ന് 10 തിരിച്ചു കൊടുക്കുകയും അവിടെയുള്ള ഒരു സിവിലിയൻസിൽ പോലും പ്രശ്നം വരാതെ അവിടെയുള്ള ആ ഒരു ഏരിയ മാത്രം, തീവ്രവാദി ക്യാമ്പുകൾ മാത്രം കത്തിച്ചു കളഞ്ഞ ഒരു മോദി പ്രഭാവമുണ്ട്. അത് മോദിയിൽ നിന്ന് മാത്രം നമുക്ക് കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മോദിയെ ചരിത്ര പുരുഷൻ അല്ലെങ്കിൽ ഒരു അവതാര പുരുഷൻ എന്നൊക്കെ മോദിയെ വിളിക്കുന്നത്.